ശരിക്കും കാണാൻ മോഹൻ ശരിക്കും കാണില്ല. നിങ്ങൾ ഫോട്ടോ നിന്നുള്ള മോഹൻ കാണില്ല. ലേശം ബോധിച്ചാൽ അപ്പൊ മോഹൻ ശരിക്കും മോഹൻ ശരിക്കും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നല്ലതും. എന്തെങ്കിലുമൊക്കെ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് ചെറിയ മറുപടികളായിട്ട് ഈ നടത്തിയ യാത്രയിൽ ഏറ്റവും സന്തോഷം നടന്ന സന്തോഷമാണ്. എല്ലാം സന്തോഷകരമാണ്. ഇതിന് ഞാൻ പെട്ടെന്ന് നേരത്തെ പറഞ്ഞാലും പറയാതെ എന്റെ വണ്ടിയിൽ കേരള ബാങ്കിന്റെ ഒരു ചെറിയ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ സ്പീക്കർ നോക്കിയിട്ടാണ് നടക്കുന്നത്. കാരണം കേരളം എന്നുള്ളത് ഒരഭിമാനമായി എനിക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് വയ്ക്കണമെന്നുണ്ട്. കേരള ടൂറിസം എഴുതണമെന്നുണ്ട്. പിന്നെ സർക്കാർ ജോലിക്കാരനാകുമ്പോൾ ആരെങ്കിലും എന്റെ പേര് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഫ്ലാഗ് വയ്ക്കാൻ നമുക്ക് പരിമിതിയുണ്ട്. വ്യക്തികൾ വയ്ക്കാൻ. അപ്പൊ നിങ്ങളാരെങ്കിലും വെച്ചാൽ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാഗ് ആക്ട് പ്രകാരം നമുക്ക് വ്യക്തികൾക്ക് വിളിക്കാൻ ഓഗസ്റ്റ് 15 വയ്ക്കുന്നത്. അപ്പൊ അത് വിളിക്കാൻ പറ്റില്ല. ആരെങ്കിലും പരാതി കൊടുത്താൽ എനിക്ക് അവിടെ പണി വരും. അതുകൊണ്ടാണ് വയ്ക്കാറ്. അപ്പൊ കേരളത്തിന്റെ ഒരു കേരള ബാങ്കിന്റെ സ്റ്റിക്കർ അതുകൊണ്ട് എനിക്ക് നോക്കിയിട്ട് നടക്കുക. അപ്പൊ യാത്ര ആരംഭിക്കുന്ന പാരീസിൽ നിന്നാണ്. അവിടുത്തെ പാരീസിലെ എയർപോർട്ടിലോട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുന്നത് മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് കുത്തിയിരിക്കുകയാണ്. രാത്രി 11 മൊബൈൽ ഫ്രീ ആയിട്ട് നടക്കുന്ന അവിടെയാണ്. അവിടെ ഇരുന്ന് 200 ചാർജ് ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കേരള എന്ന് കണ്ടിട്ട് ഒരു പെൺകുട്ടി വന്നു. നിങ്ങൾ കേരളത്തിൽ നിന്നാണ് അദ്ദേഹം തോന്നി. അവര് ചൈനീസ് ടിബറ്റിന്റെ അഭയാർത്ഥിയാണ്. നമ്മുടെ നാട്ടിലുണ്ട് ടിബറ്റൻ അഭയാർത്ഥികളെ. എറണാകുളത്തെ ടിബറ്റൻ മാർക്കറ്റുകാരല്ലേ. അവിടെ ടിബറ്റുകാരില്ല. അവരെല്ലാം പോയി. അപ്പൊ അങ്ങനെ ടിബറ്റിലെ അഭയാർത്ഥിയായിട്ട് അവർ കേരളത്തിൽ കുറെ കാലം ഉണ്ടായിരുന്നു. അവരത് ഉത്തരേന്ത്യയിലായിരുന്നു. അഭയാർത്ഥിയായിട്ട് തന്നെ ഫ്രാൻസ് ഗവൺമെന്റ് അവർക്ക് ഏറ്റെടുത്തേക്കാണ്. അപ്പൊ കുറച്ച് കൊല്ലം കഴിഞ്ഞ അഭയാർത്ഥിയായിട്ട് അവർക്ക് അവരുടെ പൗരത്വം കൊടുത്തു. അതുവരെ ഒരു മാസം 50,000 രൂപയോളം സർക്കാർ കൊടുത്തു. ഒരു പുതിയ വീട് കൊടുത്തു. അങ്ങനെ അവര് താല്പര്യത്തിലൂടെയാണ് അവരെ സ്വീകരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് പുള്ളിക്കാരെത്തിക്കുന്ന അവർ കേരളത്തിൽ ഒരുപാട് നേരം ഏറ്റെടുക്കുന്നു. അവരോട് അവരുടെ ഹസ്ബൻഡുണ്ട്. ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ട് 450 രൂപയാണ് അവർക്ക് കിട്ടുന്ന വരുമാനം. നമുക്ക് 1,000 രൂപയാണെങ്കിൽ അവിടെ വളരെ കുറഞ്ഞ തുകയാണ് അവിടുത്തെ ഇതിനനുസരിച്ച്. കഷ്ടിച്ച് പട്ടിണി കിടക്കാണ്ട് കഴിഞ്ഞു പോകാനുള്ള തുക അവിടുത്തെ പുള്ളിക്കാരത്തിൽ ലാസ്റ്റ് പോകാൻ തന്നെ തുടക്കമാണ്. ഏതാണ്ട് ഒരു 3-4 ദിവസമായിരിക്കും ഞാൻ അവിടെ എത്തിയിട്ട്. പുള്ളിക്കാരൻ